വീണിടം വിദ്യയാക്കുക. ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു വാചകം അതാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളെ തനിക്ക് അനുകൂലമാക്കി മാറ്റിയവരാണ് നമ്മുടെ പല കച്ചവടക്കാരും. ഇന്ന് ഈ യുദ്ധമൊക്കെ വരുന്ന സമയത്ത് ഇതൊരു പ്രതികൂല സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്ന് പല കച്ചവടക്കാർക്കും അറിയില്ല. അവരൊക്കെ ആശങ്കയിലാണ്. ഇത് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെയാണ് ബാധിക്കുക എന്നാണ് അവരൊക്കെ നോക്കിക്കാണുന്നത്. പക്ഷേ ഇതിലും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോയിട്ടുള്ളത്. കൊറോണ എന്ന് പറയുന്ന ആ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ പല കച്ചവടക്കാരും തങ്ങളുടെ ബിസിനസ്സിനെ കൊറോണയ്ക്ക് അനുസൃതമായിട്ട് മാറ്റുകയും വിജയിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു ബിസിനസ്സുകാരനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ പ്രതിസന്ധി കാലഘട്ടത്തെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. മുഹമ്മദ് ഫായിസ്, താങ്കൾക്ക് ഡെലീരിയത്തിൻ്റെ ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. നിങ്ങളെ സ്റ്റോറി ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഗ്രാഫ് പോലെയാണ്. കുറേ ഇങ്ങനെ മുകളിലോട്ട് പോകും, കുറേ ഇങ്ങനെ താഴോട്ട് പോകും. നമ്മളെ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, നോവലുണ്ട്. വായിച്ചിട്ടുണ്ടാവും. ഒരുവിധം എല്ലാവരും വായിച്ചിട്ടുള്ളൊരു കഥയാണ്. അതിലെ സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് താങ്കളുടെ ഈ കഥ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരിക. സാന്റിയാഗോ നിധി തേടി പോവുകയാണ്. നിധി കിടക്കുന്ന പിരമിഡിൻ്റെ അരികിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്രയാണ്. ഈ സ്ട്രഗിളിൻ്റെ സമയത്ത് പല പ്രശ്നങ്ങളും ഇയാൾക്ക് വരുന്നുണ്ട്. ഓരോ പ്രോബ്ലത്തിൽ ഇയാൾ അകപ്പെടുമ്പോഴും ദൈവം രക്ഷപ്പെടാനുള്ളൊരു നൂല് അയാൾക്ക് ഇട്ട് കൊടുക്കും. അയാളത് ഒപ്റ്റ് ചെയ്യാതെ നിധിയുടെ പിന്നാലെ പോവുക. നിധിയുടെ അടുത്തെത്താനാവുമ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ തലവനാകാനുള്ള അവസരം വരെ വരുമ്പോൾ അതിലൊന്നും വീഴാതെ അയാളുടെ സ്വപ്നത്തിലേക്ക് പോവുക ചെയ്യുക. അയാളുടെ പ്രതിസന്ധിയിൽ തളരുന്നില്ല. അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് താങ്കളെ ഓർമ്മ വരുന്നത്. താങ്കൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് എപ്പോഴാണ് ഈ ബിസിനസ് ജേണി സ്റ്റാർട്ട് ചെയ്തത്? ആദ്യം നടത്തിയ കച്ചവടം? അതായത് ഫസ്റ്റ് ഞാൻ 10th പഠിക്കുന്ന സമയത്ത് നമ്മളെ ഈ കലോത്സവം, എക്സ്പോ, അങ്ങനത്തെ ഒക്കെ സംഗതികൾ നടക്കുന്ന ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ ചെറിയൊരു സെറ്റപ്പിൽ ഫുഡ്, അതുപോലെ ഫ്രഷ് ജ്യൂസ്, കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെല് ചെയ്തിരുന്നൊരു അതായിരുന്നു ഫസ്റ്റത്തെ ബിസിനസ് എന്ന് പറയുന്നത്, സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പോകുമ്പോൾ അവരിങ്ങനെ ഈ സൈഡിലൊക്കെ കാണുന്ന പയ്യന്മാരുണ്ട് ഈ ജ്യൂസൊക്കെ വിൽക്കുന്നത്, അതുപോലത്തെ. അതെ, അതാണ് ആദ്യം നടത്തിയ ആദ്യത്തെ ബിസിനസ്. പക്ഷെ നിങ്ങളെ വാപ്പ അത്യാവശ്യം നാട്ടിലൊക്കെ അല്ലേ? അതെ, അത്യാവശ്യം നല്ല രീതിക്ക് അറിയപ്പെടുന്ന ആളാണ് നാട്ടില്. അപ്പോൾ ഞാൻ ഈ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ അറിയണ കുറേ ആൾക്കാരാണ്, നമ്മളറിയുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കും, ഈ എന്തിനാണ് ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ പൈസ ഉപ്പാനോട് ചോദിച്ചാൽ പോരാ, എനിക്ക് എൻ്റെ ആവശ്യങ്ങളൊക്കെ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചാൽ തന്നെ എനിക്ക് കിട്ടുമല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ പല ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മോൻ ഈ SLCക്ക് പഠിക്കുന്നതിന് പകരം ഇങ്ങനെ ജ്യൂസും കച്ചവടം നടക്കുന്നതൊക്കെ പാപ്പാനോട് ആൾക്കാർ ചെന്ന് പറയാറുണ്ട്. അപ്പം അതിലൊന്നും ഇടപെടാറില്ല. അപ്പം നമ്മളെ ഡയറക്ഷനിൽ പോട്ടെ, നല്ല കാര്യമല്ലേ. അപ്പോൾ എനിക്ക് പേഴ്സണലി നമ്മളെ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം, സ്വന്തമായിട്ട് അധ്വാനിച്ച്. നമ്മളിപ്പോൾ സ്കൂളിൽ കൊടുക്കുന്ന ഫീസാണെങ്കിലും, എനിക്ക് പിന്നെ നമ്മൾ ഡ്രസ്സാണെങ്കിലും നമുക്ക് വേണ്ട നമ്മൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇതിലാണ് ഞാൻ ബിസിനസ്സിനോടും പണ്ടേ ക്രൈസ് ഉണ്ട്. പറഞ്ഞാൽ ഉപ്പ ബിസിനസ്സാണ്, വല്യപ്പ ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. അപ്പം അങ്ങനെ ചെറിയ ചെറിയ നാണത്തൊട്ടുകൾ പോലെ അങ്ങനെ പൈസ ഒരു കൂട്ടി. എന്നിട്ട് എന്താ ആദ്യം തുടങ്ങിയ ഒരു സംരംഭം? എന്താ ആദ്യം തുടങ്ങിയ സംരംഭം എന്ന് പറയുന്നത്, നമ്മൾ 10th ഇങ്ങനെ ഇത് തുടങ്ങി സീസണലായിട്ട് അങ്ങനെ ചെയ്തു പോയി. പിന്നീട് ഞാൻ കോയിൽ ഫാമിങ്, കാടകൃഷി തുടങ്ങി. അതായത് കാട ഒരു 10-20 ചെറിയ കാട കുട്ടികളെ വാങ്ങിയിട്ട് ചെറിയൊരു കൂട് സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ തുടങ്ങി. അതും കാടൻ്റെ മുട്ടയാണ്, ചെറിയ മക്കളെ, ചെറിയ കാട കുട്ടികളെയാണ് ആദ്യം വാങ്ങിയത്. അപ്പോൾ അതിന് തീറ്റ കൊടുത്ത് ഫീഡ് ചെയ്ത് അതൊരു 10-25-30 ദിവസമൊക്കെ ആയപ്പോഴേക്കും അത് വലുതായി, അത് മുട്ടയിടാൻ തുടങ്ങി. മുട്ടയിട്ടപ്പോൾ നല്ല ഓർമ്മ ഉണ്ട്, ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യം ഒരു മുട്ട കിട്ടിയപ്പോൾ. അങ്ങനെ ഒരു 25 മുട്ട ആയാലും നമുക്കൊരു ബോക്സായിട്ട് വിൽക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ അതിൽ നിന്നാണ് തുടങ്ങിയത് ഈ കോയിൽ ഫാമിങ്. അങ്ങനെ തുടങ്ങി. പിന്നീട് അത് വിപുലീകരിച്ച് അത് 25 തുടങ്ങിയത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ എനിക്ക് അന്നും ഹെൽപ്പിന് നമ്മളെ അടുത്ത സുഹൃത്ത്, നമ്മൾ യാസീൻ എന്ന് പറഞ്ഞ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. എല്ലാത്തിനും കൂടെ ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഒരു ദാസനും വിജയനും പോലെ തന്നെ. അപ്പൊ ഇങ്ങനെ ഈ കാടകൃഷി ഇങ്ങനെ എന്താ പറയാ, ചെറിയ പയ്യന്മാരാണ്. അപ്പൊ ഇങ്ങനെ ഒരു 10 കാടാവും, 20 കാടാവും. അപ്പൊ ഇങ്ങനെ സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഷുവർ, നമ്മൾ നല്ല സ്വപ്നങ്ങൾ കണ്ടിരുന്നു. നമുക്ക് പിന്നെ ഇത് 10 100 ആക്കണം, 1000 ആക്കണം, 10,000 ആക്കണം, നമുക്കങ്ങ് സുഖിക്കണം. ദാസനും വിജയനും അതേ മൈൻഡ് സെറ്റ് ആയിരുന്നു. ഐശ്വര്യത്തിന്റെ സൈറൺ മുഴങ്ങുന്ന പോലെ എന്ന് പറയുന്ന പോലെ കാടകളുടെ സൗണ്ട്. അതെ. അപ്പൊ എന്ത് സംഭവിച്ചു? ആ ഒരു ലെവലിൽ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ 20 ഉള്ളത് 200 500 1000 2000 കാടയിലേറെ അത് വലിയൊരു ഫാമായിട്ട് മാറിയത്. സ്ഥലമൊക്കെ മാറി. സ്വാഭാവികം നമ്മൾ ചെറിയൊരു കൂടിലാണ് നമ്മളത് തുടങ്ങിയത്. പിന്നെ അത് വലിയൊരു ഫാം സെറ്റപ്പിലേക്കൊക്കെ മാറി നല്ല രീതിക്ക് പോവായിരുന്നു.
അപ്പോഴാണ് പിന്നെ നമ്മൾ 2018 പ്രളയം പ്രളയം വന്ന സമയം. അത് ചെറിയ പയ്യനാണ്, അന്ന് എനിക്ക് 18 വയസ്സുള്ളൂ. വയസ്സുണ്ടാവും. അപ്പോൾ നമ്മളിത് ഇത്രയും കാലം ഒരു ഫോൺ കോൾ വന്നു, ഇങ്ങനെ ഫൈസ അങ്ങനെ ഇവിടെയൊക്കെ നമ്മളെ വീട്ടിൻ്റെ അടുക്കൊക്കെ ഇങ്ങനെ വെള്ളം കയറി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഫാം കുറച്ച് താഴെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ പ്രളയം, അങ്ങനെ വെള്ളം കയറുന്നത് ഫസ്റ്റ് ടൈം. നമുക്ക് അറിയില്ലല്ലോ, നമ്മളിത് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്യുന്നില്ല ഇങ്ങനെ വരും എന്നുള്ളത്, നമുക്ക് സിറ്റുവേഷൻ അറിയില്ലല്ലോ. അങ്ങനെ എനിക്ക് കോൾ വന്ന് അവിടെ വെള്ളം കയറിയിട്ടുണ്ടോന്ന് പോയി നോക്കുന്ന പറഞ്ഞു. ഞാൻ ഫോൺ കോൾ കട്ട് ചെയ്ത് നേരെ ഓടിപ്പോയി ഫാമിലേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്നൊരു കാഴ്ചയായിരുന്നു. അതിൽ 2000 കാടയിൽ ഒരു കാട പോലും ജീവിച്ചിരിക്കണില്ല. അവിടെ വെള്ളം കയറി ഫുള്ള് വാനിഷ്, കംപ്ലീറ്റ്ലി വാനിഷ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്താണ്, എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഓവർകം? അപ്പോൾ മൈൻഡിലൂടെ ഓടിയത് എന്താ? അത് നിർത്താൻ തീരുമാനിച്ചോ? ഇത് നമുക്ക് പറ്റിയ പണിയല്ല, വാപ്പി മല്ലിപ്പൊക്കെ കച്ചവടം നടത്തിയെങ്കിലും നമ്മൾ അതിൽ ഏബിളല്ല തോന്നിയോ? അങ്ങനെ പിന്നെ മൊത്തത്തിൽ പോയപ്പോൾ ആകെ തകർന്നു പോയി. അന്നത്തെ പ്രായം അത്ര താങ്ങാൻ പറ്റാവുന്ന ഒരു അത്ര സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ അത് താൽക്കാലികമായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത്. അതെ, ഫാം ഫുള്ളായിട്ട് അടച്ചു, ഫാം കംപ്ലീറ്റ്ലി ഷട്ടർ ഇട്ടു അടച്ചു. ഇനി അതിലേക്കില്ല. അപ്പോൾ ജീവിതത്തിൽ കച്ചവടത്തിൽ ആദ്യം വന്ന പ്രതിസന്ധി അതാണ്. ആദ്യമായിട്ട് തുടങ്ങിയ ഒരു സംരംഭം കാടകൃഷി, അത് പൂർണ്ണമായിട്ടും പിന്നെ ഈ മഹാപ്രളയം കൊണ്ടുപോയി. അപ്പൊ നമ്മൾ സീറോ ആയി. അപ്പൊ ഈ സാന്റിയാഗോക്ക് വന്ന പോലെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ വാപ്പ അത്യാവശ്യം കഴിവുള്ള വാപ്പാനോട് പറഞ്ഞിട്ട് അല്ലേ, അങ്ങനെ ചെയ്യാമായിരുന്നു. അത് ഓപ്റ്റ് ചെയ്തില്ല. നമ്മള് മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. പിന്നെ എന്താ അടുത്ത് രണ്ടാമത്? പിന്നീട് ഞാൻ ഈ നമ്മളെ വണ്ടി കച്ചവടം, ഈ ബ്രോക്കറായിട്ട് അവിടെ നിലക്കാരനായിട്ട് വണ്ടിന്റെ കച്ചവടം ചെയ്തിരുന്നു. ഇപ്പോൾ പ്രീമിയം കാർസിന്റെ ഒക്കെ അടിയിൽ നിന്നിട്ട് നമ്മൾ നിലക്കാരനായിട്ട് നിന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് കുറച്ച് സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമുക്ക് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവാൻ തുടങ്ങി. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ഫണ്ട് നമ്മൾ സ്വരൂപിച്ച് അതിൽ നിന്ന് കിട്ടിയ കുറച്ച് പ്രോഫിറ്റൊക്കെ നമ്മൾ എടുത്തു വെച്ച് സ്വന്തമായിട്ട് ഫസ്റ്റ് ഒരു 92 മോഡൽ ഒരു കൊറോള ഇറക്കി. ടൊയോട്ടൻ്റെ കൊറോള എന്ന പഴയ ജപ്പാൻ സ്പെക്ക് ഒരു വണ്ടിയുണ്ട്, കൊറോള. നാട്ടിൽ ഭയങ്കര ഡിമാൻഡാണത്, കാരണം അവർക്ക് അത് അറിയാം. അപ്പോൾ എനിക്കറിയാം, അത് എടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ല ആവശ്യക്കാരുണ്ടാവും. 60,000-നാണ് ഞാൻ അന്ന് ആ വണ്ടി എടുത്തത്. എൻ്റെ അടുത്ത് അത്രേ പൈസ ഉള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് സാധനം അത് എടുക്കാന്നുള്ളതിൻ്റെ. അപ്പോൾ അതെടുത്തു ഞാൻ. പിന്നെ ഗ്രൂപ്പുകളിലിട്ടു. ഞാനന്നൊരു നമ്മളെ ഈ വണ്ടി കച്ചവടം ഒന്ന് പ്രീമിയം ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പിസ്റ്റൺസ് ഗ്യാരേജ് എന്ന് പറഞ്ഞിട്ട് ഞാനും ഈ യാസിനും ഞങ്ങൾ രണ്ടുപേരും കൂടി അവനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ 2 പേരും കൂടി തുടങ്ങി. അങ്ങനെ ഈ ഒരു വണ്ടി എടുത്തു. 2 മാസം ഞാൻ യൂസ് ചെയ്തു. വണ്ടി ഭ്രാന്താണ്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്ത് കുറച്ചൊക്കെ യൂസ് ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് ഗ്രൂപ്പുകളിലും OLX-ലൊക്കെ ഇട്ടു. നമുക്ക് കുറേ ആൾക്കാർ വിളിക്കൽ തുടങ്ങി. തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തു നിന്നും പുറത്ത് അതർ സ്റ്റേറ്റിൽ നിന്നും വിളിക്കൽ തുടങ്ങി. പഞ്ചാബിൽ നിന്നൊരു ആൾ വിളിച്ചു എനിക്ക്, ഈ വണ്ടിക്ക് പഞ്ചാബിൽ നിന്ന് ഒരാൾ എനിക്ക് കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാനത് ഉടായിപ്പാണ് തോന്നി. പഞ്ചാബ് വേറെ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളാർക്കും ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ എനിക്ക് ഇതിന് 1 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1.5 ലക്ഷം തരാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡിമാൻഡ് ഉണ്ടെന്ന്. നമുക്ക് 1.25 കിട്ടിയാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. അതേ മാസത്തിലെടുത്ത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതൊരു ഫ്രോഡ് ആവുന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പോൾ ഇവരെന്താക്കി, എന്നോട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചു. എനിക്ക് 20,000 ഈ വണ്ടി കാണാതെ ഫോട്ടോ കണ്ടിട്ട് ഇയാൾ 20,000 റുപ്യ എനിക്ക് അക്കൗണ്ട് കിട്ടുന്നു. അപ്പോൾ എനിക്ക് ട്രസ്റ്റായി, എനിക്ക് ശരിക്കും വേണമെന്നുള്ളത്. പിന്നെ എനിക്കൊരു ഡൗട്ട്, പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു എന്നെ നോക്കിക്കൊണ്ട് വണ്ടി അങ്ങോട്ട് അയച്ചിട്ട് പിന്നെ കിട്ടിയില്ലെങ്കിൽ പണി ചിലപ്പോൾ അതൊരു ഇതാവും, തട്ടിപ്പായിരിക്കും. വീണ്ടും ഞാൻ പൈസ ആവശ്യപ്പെട്ട് ഏകദേശം 1 ലക്ഷം രൂപ വരെ അയാൾ വണ്ടി കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഫുൾ എമൗണ്ട് തന്നു. അങ്ങനെ കാര്യം 60,000 ആണല്ലോ എനിക്ക് കോസ്റ്റ് വന്നത്. അപ്പോൾ 40,000 അപ്പം തന്നെ പ്രോഫിറ്റാണ്. 1.25 എടുക്കാൻ അയാൾ വില്ലിങ് ആയും ചെയ്യും. ബാക്കി ഫണ്ട് ഞാൻ കോട്ടക്കൽ മൂപ്പരെ ഒരു നാട്ടിലുള്ള അറിയുന്ന ഒരാളുണ്ട്, കോട്ടക്കൽ വന്നിട്ട് ചാവി കൈമാറി. അപ്പോൾ ബാക്കി ക്യാഷ് ആയിട്ട് ബാക്കി 75,000 കയ്യിൽ തന്നു. അത് ആ ഡീലവിടെ നോക്കി. അതാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഒരു സക്സസ്ഫുൾ ബിസിനസ് എന്ന് പറയുന്നത്. അതാണ് 60,000 രൂപ സ്പെൻഡ് ചെയ്ത് 2 മാസത്തിനുള്ളിൽ 1.75 ലാക്ക് കയ്യിൽ വന്നു. അതിൽ പിന്നെ സ്വന്തമായിട്ട് വേറെ ആ ഒരു പൈസക്ക് ഒരു ബൈക്ക് വാങ്ങിച്ചു. വണ്ടി കച്ചവടം തന്നെ. അങ്ങനെ ബൈക്കും കാറുകളൊക്കെ ആയിട്ട് കുറച്ച് വണ്ടിയും ഇതൊക്കെ ആയിട്ട് റെന്റ് ഔട്ട് ചെയ്യാനും വണ്ടിന്റെ കച്ചവടം രണ്ടും കൂടി ആയിട്ട് അങ്ങനെ തുടങ്ങി. അങ്ങനെ ഒരു വണ്ടി കച്ചവടക്കാരനും പുതിയ ഒരു മേഖല വരികയാണ്. ഇനി ഇതാണ് നമ്മളെ പുതിയ ബിസിനസ് തീരുമാനിച്ചു. അതിൽ യാസീനുണ്ട്. അപ്പൊ മലപ്പുറത്ത് നമ്മൾ മോണോപോളി ആവണമെന്നൊക്കെയുള്ള മൈൻഡ് സെറ്റ് വലിയ സ്വപ്നമാണ്. ആർക്ക് നമ്മൾ ഈ കാരാടൻ സുലൈമാനൊക്കെ പറ്റി പറയുന്ന പോലെ യൂസുഫ് അലിക്ക് ഭൂമി വേണമെങ്കിൽ കാരാടൻ സുലൈമാന്റെ അടുത്താ വരിക. അതേപോലെ മലപ്പുറത്തൊക്കെ വലിയ വലിയ ആളുകൾക്കൊക്കെ കാറ് വേണമെങ്കിൽ നമ്മളെ വിളിക്കണം. അതായി സ്വപ്നം. അതെ. അങ്ങനെ അത് നല്ല രീതിക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിരുന്നു. റെന്റും പിന്നെ വണ്ടി കച്ചവടമൊക്കെ ആയിട്ട് കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിരുന്നു. അപ്പോഴാണ് പിന്നെ ഒരു ബൈക്കും വന്ന് റെന്റിന് ഇട്ടിരുന്നത്. 19-18 വയസ്സല്ലേ നമ്മൾക്ക് ലൈസൻസ് എടുത്തിട്ടുള്ളൂ. അന്നാണ് ഈ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ഈ ബൈക്ക് ഒരു ദിവസം ഒരു ചെക്കന് റെന്റിന് വേണം, 15 ദിവസത്തിന് എനിക്ക് വാടകയ്ക്ക് വേണം.
7,000 രൂപ. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ 5 വണ്ടി ആകുമ്പോൾ ഡെയിലി ഒന്നല്ലെങ്കിൽ ഒരു വണ്ടി ആയിട്ട് അങ്ങനെ റെന്റിന് പോകും. അപ്പോൾ ഡെയിലി ആ ഒരു പ്രായത്തിൽ നമുക്കൊരു 5,000-6,000 രൂപ ഒക്കെ ഡെയിലി നമ്മളെ കയ്യിൽ വരുമ്പോൾ പിന്നെ നമുക്ക് ഓവർ കോൺഫിഡൻസ് ആയി. പിന്നെ നമ്മൾ നേരെ ആര് വന്ന് ചോദിച്ചാലും വണ്ടി കൊടുക്കുന്ന ഒരു രീതിക്കായി. അന്നത്തെ പക്വത കുറവാണ്. അപ്പം അങ്ങനെ ഈ ഒരു വ്യക്തി ഇവർ വന്നിട്ട് വണ്ടി കൊണ്ടുപോയി. എനിക്ക് ലൈസൻസ് ഒക്കെ നമ്മൾ ലൈസൻസ് ഒക്കെ നോക്കും, 18 മേലെയാണോ ഏജ് ഒക്കെ നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. ലൈസൻസ് ഒക്കെ നോക്കി ആധാർ കാർഡൊക്കെ കൺഫേം ഒക്കെ ചെയ്തിട്ട് കൊടുക്കുള്ളൂ. ഇവൻ എന്ത് ചെയ്തു, എനിക്ക് 15 ദിവസത്തിന് 7,000 രൂപക്കാണ് ഞാൻ വണ്ടി കൊടുത്തത്. അപ്പോൾ പെർ ഡേ എനിക്ക് തോന്നുന്ന ഒരു 400 or 500 അങ്ങനെ എന്തോ മൂപ്പർക്ക് കോസ്റ്റ് ആയിരുന്നു. മൂപ്പര് ഇവരത് 1,500-2,000 രൂപക്ക് പുറത്തേക്ക് വണ്ടി റെന്റിന് കൊടുക്കൽ തുടങ്ങി. എൻ്റെ അടുത്ത് വാങ്ങിയിട്ട് വേറെ പുറത്തേക്ക് ഈ ലൈസൻസ് ഇല്ലാത്ത ചെറിയ മക്കൾക്കൊക്കെ വണ്ടി കൊടുക്കൽ തുടങ്ങി. വലിയ പൈസക്ക്. ഈ ബുള്ളറ്റൊക്കെ അറിയില്ല ചക്കർക്ക്, ആ ടൈമിലൊക്കെ ഭയങ്കര ക്രൈസ് ആണ്. അതും സൗണ്ടൊക്കെ ഉള്ള വണ്ടിയായിരുന്നു. അങ്ങനെ എൻ്റെ പാർട്ണർ യാസിൻ എന്നോട് പറഞ്ഞു, ഫൈസ എനിക്കൊരു എന്തോ ഒരു പന്തികേട് തോന്നുന്നു, എനിക്കത് ഒരു എന്തൊക്കെ ഒരു മനസ്സിലേക്ക് ഒരു സുഖമല്ല, അത് വേണമെങ്കിൽ നമുക്ക് പോയിട്ട് വലിക്കല്ലേ എന്ന് ചോദിച്ചു. വണ്ടി തിരിച്ച് ഇങ്ങോട്ട് തന്നെ അന്ന് 7 ദിവസം 8 ദിവസം എന്തായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ആകെ ഒരാഴ്ച കൂടെ അല്ലേ ഉള്ളൂ, ഫണ്ട് വാങ്ങിയതല്ലേ, പോട്ടെ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 14ാമത്തെ ദിവസം, റെന്റിൻ്റെ കാലാവധി തീരാൻ ഒരു ദിവസം ബാക്കിയുള്ളൂ. 14ാമത്തെ ദിവസം എനിക്ക് കോട്ടയ്ക്ക് നിന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഷാനിൽ എന്ന് പറഞ്ഞ ഒരുത്തന്, അവന് കോട്ടയ്ക്ക് അവിടെ സ്വദേശിയാണ്. ഷാനിൽ വിളിച്ചിട്ട്, ഫൈസ എൻ്റെ ബുള്ളറ്റ് അവിടെ ചെട്ടിയാങ്കണർ വണ്ടി ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, ചെറിയൊരു സ്ത്രീക്ക് പരിക്കുണ്ട്, ഒന്നൊന്ന് അന്വേഷിച്ച് നോക്കുന്ന പറഞ്ഞു. ഞാനാകെ ടെൻഷനായി. ഞാൻ ഈ വണ്ടി റെന്റിന് കൊടുത്ത ആൾക്ക് ഞാൻ വിളിച്ചു, റാഷിക പിന്നെ വണ്ടി ഞാൻ തട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ, എന്താ പ്രശ്നം? അപ്പോൾ ഒരു കുഴപ്പമില്ല, ചെറിയ പരിക്കുള്ളൂ, അതിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. ഇപ്പം സമാധാനമായി. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ഫ്രണ്ട് വിളിച്ചു, ഫൈസ 100% പെട്ടു, എൻ്റെ വണ്ടി തട്ടിയ ആ സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത കേട്ട് ഞാൻ ആകെ ഷോക്കായി. ആ ഒരു പ്രായത്തിൽ ഞാൻ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? എൻ്റെ മൈൻഡിൽ ഇപ്പോൾ പോലീസുകാർ വീട്ടിൽ നിന്നെ പിടിച്ചുകൊണ്ടോ എന്നൊക്കെ ഉള്ളൊരു മൈൻഡാണ്. ഞാനാണ് RC ഓണർ. ഞാൻ ആകെ ഭയങ്കരമായിട്ട് ടെൻഷനായി, എന്ത് ചെയ്യണം എന്നറിയില്ല. ഇതാരോട് വീട്ടിൽ പറഞ്ഞാൽ ഉപ്പ സുധീൽ ബിസിനസ് ആയിട്ട് അങ്ങനെ പോകണം. ഉമ്മാൻ്റെ പറഞ്ഞ ഉമ്മത് എങ്ങനെ എടുക്കാറില്ല. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡ് അളിയനുണ്ട്, മൂപ്പരോടാണ് എല്ലാ ബിസിനസ്സുമായിട്ട് എന്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയൽ മൂപ്പരോടാണ്. അങ്ങനെ മൂപ്പർക്ക് വിളിച്ചു. മൂപ്പര് പറഞ്ഞു ഇൻഷുറൻസ് ഇല്ലേ വണ്ടിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തട്ടിയ ആൾക്ക് ലൈസൻസ് ഇല്ല ചോദിച്ചു. ലൈസൻസ് ഇല്ല, അണ്ടർ 18 ആണ് ആ കുട്ടി. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ പേർക്കായിരിക്കും പ്രശ്നങ്ങൾ വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ തട്ടിയ മരിച്ച സ്ത്രീനെ പോയിട്ട് കാണാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അവർ നല്ലൊരു എമൗണ്ട് ആവശ്യപ്പെട്ടു കേസ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 20 ലക്ഷം രൂപ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ. പിന്നെ അത് പറഞ്ഞാൽ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻഷുറൻസ് ക്ലെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഓടിക്കുന്ന ആൾക്ക് 18 വയസ്സ് ആവണം, പുറമെ ലൈസൻസും വേണം. ലൈസൻസ് ഉണ്ടെങ്കിലേ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുള്ളൂ. അതൊക്കെ അന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ 20 ലക്ഷം രൂപ അവർ കോമ്പൻസേഷൻ ചോദിച്ചു. വിത്തിൻ 2 months 2 മാസത്തിനുള്ളിൽ ഈ എമൗണ്ട് കംപ്ലീറ്റ് കൊടുത്തില്ലെങ്കിൽ ഒരു കേസിൽ അങ്ങനെ പോവും, അല്ലെങ്കിൽ അവർ കോംപ്രമൈസ് ആക്കുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. ആകെ വീണ്ടും പെട്ടു ഇനി എന്ത് ചെയ്യണം? രണ്ടാമത് തുടങ്ങിയ അല്ലെങ്കിൽ മൂന്നാമത് തുടങ്ങിയ സംരംഭവും ഒരു പരാജയത്തിലേക്ക് എത്തി. അങ്ങനെ നിർബന്ധമായിട്ട് 2 മാസം കൊണ്ട് എനിക്കിത് കൊടുക്കണമല്ലോ, വേറെ ഒരു രക്ഷയില്ല. യാസീനുണ്ട്. അപ്പൊ വാപ്പാനോട് ചോദിക്കാം, വാപ്പാനോട് ആണെങ്കിൽ ചോദിക്കാം, വീട്ടിൽ പോയി പറയാം. അപ്പൊ ഇതിലൊന്നും ഇടപെട്ടതുമില്ല. ഉപ്പ പറഞ്ഞു ഞാൻ പറഞ്ഞു ഉപ്പാണ്ട് ഇങ്ങനെ വിഷയങ്ങളുണ്ട്, എന്താ ഞാനൊക്കെ ടെൻഷനിലാണ്. ഞാൻ പറഞ്ഞു ഞാനായിട്ട് ഉണ്ടാക്കിയത് ഞാൻ തന്നെ ചെയ്യാം, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല. പറഞ്ഞു ആയിക്കോട്ടെ ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ ഞാൻ നമുക്ക് 20 ലക്ഷം രൂപ റൈസ് ചെയ്യാം. 20 ലക്ഷം രൂപ 2 മാസം കൊണ്ട് റൈസ് ചെയ്യണം, ഇല്ലെങ്കിൽ കേസാണ്. അപ്പോൾ ഈ 2 മാസം ആ ഒരു ടൈമിൽ തന്നെയാണ് നമുക്ക് കൊറോണ ലോക്ക്ഡൗൺ കാര്യങ്ങളാണ്. 1920 അതെ. ആ ടൈമിൽ കൊറോണയും വന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുക. ആ ടൈമിൽ ഇത്രയും ഫണ്ട് ആരുടെ പൈസ ഇല്ല, ഭയങ്കര പ്രതിസന്ധിയില്ല. എല്ലാ മനുഷ്യരും പൈസ ഉള്ള ആൾക്കാരുടെ അടുത്ത് വരെ ഫണ്ടില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ആ ഒരു കൊറോണൻ്റെ സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്തത്. അന്ന് ഈ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അന്നൊക്കെ അതിന് മുമ്പൊക്കെ നമുക്ക് മാർക്കറ്റിൽ സർജിക്കൽ മാസ്ക് 2-5 രൂപക്കൊക്കെ കിട്ടിയിരുന്ന സാധനത്തിന് ഭയങ്കര ഡിമാൻഡ്. ഷോപ്പുകളിലും ഫാർമസിയിലും ഇവിടെ നിന്ന് മറ്റു സ്ഥലത്തൊന്നും കിട്ടാതായി ഒരു ടൈമിൽ. അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, ചൈനയിൽ നിന്ന് ഡയറക്റ്റ് സർജിക്കൽ മാസ്ക് N95 മാസ്ക് ഒക്കെ അന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ബൾക്കായിട്ട് നമ്മൾ നാട്ടിലേക്ക് ഇറക്കി ഹോൾ കേരള മൊത്തത്തിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ 2 മാസത്തിൽ നമുക്ക് വിചാരിച്ചതിലും അധികം സാധനങ്ങൾ നമുക്ക് വിറ്റ് വയ്ക്കാൻ പറ്റും. നമുക്ക് എന്തായാലും എങ്ങനെ വന്നാലും നമുക്കൊരു 2 മാസം കൊണ്ടൊരു 13 ലക്ഷം രൂപ. 13 ലക്ഷം രൂപ കൊറോണ സമയത്ത് നമുക്ക് മാസ്ക് വില കൂടി. അപ്പൊ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് മാസ്ക് ഇറക്കിയിട്ട് 13 ലക്ഷം രൂപ 2 മാസം കൊണ്ട് ഇറക്കി. ഇത് നമുക്ക് മൂപ്പരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം. ആ സമയത്ത് ഒരുപാട് പേര്, നമ്മളൊക്കെ ഡോക്ടർമാരാണല്ലോ, ഒരുപാട് ആളുകൾ മാസ്ക് കൊണ്ട് നമ്മളടുത്ത് വരും. അപ്പൊ നിങ്ങളും മാസ്ക് ഇറക്കി, അവരും ഇറക്കി. പക്ഷേ പിന്നീട് അത് അങ്ങോട്ട് വൈഡായി. അതെ. അപ്പൊ നമ്മളന്ന് തുടങ്ങേണ്ട സമയത്ത് തുടങ്ങി. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ എനിക്കറിയാം
കാലാകാലം കൊണ്ടുനടക്കാൻ പറ്റൂല. സീസണാണ് നമുക്കിത്. സീസൺ മീൻസ് ആ ടൈമിലേ പറ്റുള്ളൂ. റൈറ്റ് ടൈമിൽ ഞാൻ ക്വിറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. റൈറ്റ് സമയത്ത് പരിപാടി അവസാനിപ്പിച്ചു. പല ആളുകളും ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ലാഭം വരുന്നത് കണ്ടപ്പോൾ ഇപ്പോൾ 13 ലക്ഷം രൂപ ലാഭം വന്നപ്പോൾ ആ 13 ലക്ഷം റുപ്യക്ക് പിന്നെ മാസ്കും സാധനങ്ങളും ഇറക്കി. അത് പിന്നെ ഡെഡ് സ്റ്റോക്ക് ആയിട്ട് കിടക്കുകയാണ് ഉണ്ടായത്. ഇപ്പൊ നമ്മളെ രോമാഞ്ചത്തിലെ ഒരു സീൻ ഉണ്ടല്ലോ, ക്ലോസറ്റ് വാങ്ങിയിട്ട്. പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത് ഒക്കെ ഒരാളെ അതെന്ന് വെച്ചാൽ അയാളുടെ ഒരു വേർപ്പാണ്. അത് വെറും ഡെഡ് സ്റ്റോക്ക് അല്ല, മാത്രല്ല അത് അയാളുടെ വേർപ്പാണ്. നമ്മൾ പറയുമ്പോൾ അതൊക്കെ ഒരു കോമഡി കഥാപാത്രം. എല്ലാ ബിസിനസ്സുകാരും പെടുന്നത് അവിടെയാണ്. നമ്മളൊരു പ്രോഡക്റ്റ് മോഹിച്ചു വാങ്ങിക്കും, ഒരു പ്രോഡക്റ്റ് കണ്ടെത്തും, അത് ഇറക്കും, കുറച്ചൊക്കെ വിറ്റുപോകും, പിന്നെ അതൊരു ഒരുപാട് പ്രോഡക്റ്റ് അങ്ങ് ഇറക്കും, പിന്നെ അത് അവിടെ ഡെഡ് സ്റ്റോക്ക് ആയിട്ട്. അതെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൽ ഇപ്പൊ എന്താണ് വേണ്ടത്, എന്താണ് ഇപ്പൊ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇറക്കുക. ആവശ്യം കയ്യൊന്ന് തോന്നുമ്പോൾ അവിടെ ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പായസ് ഏതായാലും കൊറോണ സമയത്ത് വിജയിച്ച ഒരു ബിസിനസ്സുകാരനാണ്. ആ ആവശ്യമുള്ള സമയത്ത് സാധനം ഇറക്കി, ആവശ്യമില്ലാത്ത സമയത്ത് സാധനം ക്വിറ്റ് ചെയ്തു. ആ പൈസ മാറ്റി വെച്ചു. 13 ലക്ഷം റുപ്യ. 13 ലക്ഷം റുപ്യ ആയി. നമുക്ക് 20 ലക്ഷമാണ് നമുക്ക് ആവശ്യമുള്ള ഫിഗർ. 2 മാസം കൊണ്ട് ബാക്കി 7 ലക്ഷം രൂപയിൽ 5 ലക്ഷം തട്ടിച്ച്, മീൻസ് എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി എടുത്ത് അവന് തരാന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് ലാസ്റ്റ് വെച്ചിട്ട് അവന് വലിഞ്ഞു, അവന് മുങ്ങി. അവനിപ്പോഴും നാട്ടിലില്ല, UAE എവിടെയാണ് ഉള്ളത്, ആളിപ്പോഴും കിട്ടിയില്ല. അപ്പോൾ 5 ലക്ഷം കൂടി വേണം. അപ്പോൾ കയ്യിൽ ഞാൻ പറഞ്ഞു 2 വണ്ടി ഉണ്ടായിരുന്നു ലാസ്റ്റ്. അപ്പം വണ്ടി വിറ്റ് അത് സോർട്ട് ചെയ്ത് ആ 20 ലക്ഷം രൂപ 2 മാസം കൊണ്ട് അത് കൊടുത്തു. അത് റെഡി. അതോടുകൂടെ വണ്ടി കച്ചവടം. വണ്ടി വിറ്റു. ഈ കൊറോണ സമയത്ത് നമുക്ക് കിട്ടിയ പൈസയും വെച്ചിട്ട് ആ 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തു. ഇനി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ മൂന്നാമത്തെ ബിസിനസ് ഫ്ലോപ്പായി. അപ്പൊ വീണ്ടും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴും വാപ്പാനോട് പറഞ്ഞ ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി വല്ല ജോലിക്കും പോകാം. ഇപ്പൊ BCom ഒക്കെ ഡിഗ്രി എടുത്തില്ല ആ സമയമായപ്പോഴേക്ക്. അന്ന് കോളേജ് സ്റ്റുഡന്റ് ആണ്. പ്ലസ് ടു ആണ്. വെക്കേഷൻ ടൈമാണ് തോന്നുന്നത്. അതെ, വെക്കേഷൻ ടൈമാണ്. ആ ടൈമിലാണ് കോവിഡ് കാര്യങ്ങളൊക്കെ വന്നത്. BCom എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. പക്ഷെ അപ്പോഴും വാപ്പാനോട് പറയാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നും ചെയ്തില്ല. ബിസിനസ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചാണ് അതന്നെ ചെയ്യണം എന്നുള്ളൊരു. അതെ. പിന്നെന്താ അടുത്ത സ്റ്റെപ്പ്? പിന്നീട് ഞാൻ പറഞ്ഞല്ലേ, നമ്മളെ ഈ വണ്ടി വിറ്റും ബാക്കി മാസ്കിന്റെ പൈസ കൊടുത്ത് 20 ലക്ഷം, ബാക്കി 50,000 രൂപ അതില് ബാക്കിയുണ്ടായിരുന്നു. 50,000 റുപ്യ ബാക്കിയുണ്ട് അതിൽ. ഈ പൈസ വെച്ചിട്ട് നേരെ കുമിളി പോയിട്ട് ഏലം, കുരുമുളകൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. നേരെ നമ്മുടെ നാട്ടിൽ വന്നു. അവാദ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് എന്ന് പറഞ്ഞിട്ട്, അവാദ് ഫുഡ്സ് എന്നിട്ടൊരു കമ്പനി നാട്ടിൽ തുടങ്ങി. അതെ, ഫുൾ സ്പൈസസും കാര്യങ്ങളും സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു. അങ്ങനെ ഈ കുരുമുളക് എല്ലാവരും കുരുമുളകൊക്കെയാണല്ലോ നേരെ പോകുന്നത്. കാരണം എന്താ, ഞാനും ഫ്രണ്ടും പണ്ട് ഇടുക്കി ഈ വണ്ടൻമേട് ഭാഗത്ത് പോയിരുന്നു, ട്രിപ്പായിട്ട് പോയതായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഏലക്കായൊക്കെ പുറത്തുനിന്ന് സൗദിയിൽ നിന്നൊക്കെ നല്ല സാധനം കൊണ്ടുവരാന്നല്ല, നാട്ടിലങ്ങനെ കിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഉള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി പുറത്തേക്ക് കയറ്റേക്കാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നല്ലത് കിട്ടില്ല, നല്ലതൊക്കെ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലത് ഇവിടെ കിട്ടണമെങ്കിൽ അത്രയും പൈസ കൊടുക്കണം നമ്മളെ മലപ്പുറം ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അവിടെ പോയി ഞാൻ അന്വേഷിച്ചു. ഡയറക്റ്റ് പ്ലാന്റേഷന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് അന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇത് നല്ലൊരു ബിസിനസ്. അന്ന് പിന്നെ നമുക്ക് വണ്ടി കച്ചവടം, മാസ്കിൻ്റെ ആ പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അന്ന് അത് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു സംഭവം ഫുൾ സ്റ്റോപ്പ് ആയതോടുകൂടി ബാക്കി 50 റുപ്യ ഉണ്ട്. പൊതുവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ വന്നു, ഇങ്ങനെ ഒരു മാർജിന് ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്, അവിടെ ഒന്ന് ഇവിടെ വിറ്റാൽ ലാഭം കിട്ടും എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ നേരെ വണ്ടി കുമിളിക്ക് വിട്ട് അവിടുന്ന് സാധനം കൊടുത്ത് ഇവിടെ പാക്ക് ചെയ്ത് നമ്മളെ ബ്രാൻഡിൽ പാക്ക് ചെയ്ത് അവാദ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ലാബിലൊക്കെ ചെയ്ത് പാക്ക് ചെയ്ത് നമ്മൾ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഇങ്ങനത്തെ ഈ പ്രോഡക്റ്റുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ അവിടെ ഇവിടെയൊക്കെ ഈ പാക്ക് കൊണ്ട് പോകും. അപ്പൊ വേറെ ആളുകൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. സെയിൽസിൽ നമ്മളെ സെലക്ട് ചെയ്യണം. ഇതില് പാക്ക് ചെയ്യുന്നതും ഇതാക്കുന്നതും ഒക്കെ നിങ്ങൾ തന്നെ, കഥാ തിരക്കഥ, സംഭാഷണം, വിതരണത്തിന് സെയിൽസിൽ നിങ്ങൾ പോവുകയാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ അവിടെ സെലക്ട് ചെയ്യപ്പെടുന്നത്? നിങ്ങളെ പ്രോഡക്റ്റ് അവിടെ എടുക്കുന്നത് എങ്ങനെ? ഒരു സാധനം നമ്മൾ സെയിൽസിൽ മെയിനായിട്ട് വേണ്ടത് ബന്ധങ്ങൾ നിർബന്ധമായിട്ടും വേണം. ആ ഒരു ബന്ധം ഞാൻ പറഞ്ഞു മാസ്കിന്റെ കച്ചവടം ചെയ്തിരുന്നു. ആ ടൈമിൽ ഇവിടെ ഒരുപാട് എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും പർച്ചേസ് മാനേജർ അവിടെയുള്ള ആൾക്കാരുമായിട്ട് നമ്മളെ അറിയാം, ബന്ധമുണ്ട്. അപ്പം ആ ഒരു ബന്ധം നമ്മളവിടെ പുതുക്കി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാനൊരിക്കലും എൻ്റെ ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആരും കമ്പൽ ചെയ്തിട്ടില്ല. ഇത് എടുക്കി എങ്ങനെയാലും എടുക്കി, ബാക്ക് LIC ഏജൻസിൻ്റെ പോലെ ബാക്കിൽ ചെന്ന് അങ്ങനെ കമ്പൽ ചെയ്തില്ല. നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവർക്കൊരു വ്യക്തമായ ധാരണ നൽകി എഡ്യൂക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ അവരൊന്നെങ്കിൽ അത് പർച്ചേസ് ചെയ്യും, അതല്ലെങ്കിൽ നമ്മളെ ആ ഒരു പ്രൊഡക്റ്റ് എന്തായാലും അവരുടെ ഓർമ്മയിൽ മൈൻഡിൽ അത് ഉണ്ടാവും എന്നുള്ളതാണ്. സെയിൽസിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റ്സ് ആണ് മൂപ്പര് പറഞ്ഞു തരുന്നത്. ഒന്ന്, ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക.
ബന്ധങ്ങൾ മൂപ്പര് ഉണ്ടാക്കിയെടുത്തത് മൂപ്പര് ചെറിയ കുട്ടിയായപ്പോൾ തന്നെ ഇങ്ങനെ ബിസിനസ് നടത്തിയാണ് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. രണ്ട്, നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിയെന്ന് പറഞ്ഞാൽ പിന്നാലെ നടക്കുകയല്ല. ഇൻസ്റ്റെഡ് വി എഡ്യൂക്കേറ്റ് ദം, നമ്മുടെ പ്രോഡക്റ്റിനെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് മൂപ്പര് പറഞ്ഞു വെക്കുന്നത്. ഈ ബാക്കി പറയും. അങ്ങനെ നമ്മൾ അവാദ് ഫുഡ്സ് ആൻഡ് സ്പൈസ് അത് കോളേജ് ടൈം ആണ്, ഫസ്റ്റ് ഇയർ പഠിക്കാൻ ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി, ഷെയറായി തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാർ നമ്മളും കൂടി ഷെയർ ഔട്ട് എന്നൊക്കെ പറഞ്ഞു വന്നു തുടങ്ങി ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ. ഞാൻ പറഞ്ഞല്ലോ, പിന്നുള്ളത് വെച്ചിട്ട് ആ ഒരു 50,000 ഇങ്ങനെ കിട്ടുന്ന ലാഭം അതിൽ ഇട്ട് ഇങ്ങനെ അങ്ങനെ പോയിരുന്നു. പിന്നെ നമുക്ക് ഈ കുമളിയിൽ നിന്ന് തന്നെ ഏല ഇറക്കി കൊണ്ടുവരും, ഇവിടെ വെച്ച് പൊടിക്കും, പാക്കറ്റ് പൊടിക്കും, സാധാ പേർക്ക് റോയറ്റ് അങ്ങനെ കൊടുക്കും, ഗ്രേഡ് ചെയ്തിട്ട്. നമുക്ക് തൊഴിലാളികളുണ്ടോ? അന്ന് മുതലാളിയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ തന്നെ 2-3 മാസം ഞാൻ തന്നെ ഇരുന്നു. ഞാനും എന്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞല്ലേ യാസീനുണ്ട്, ഒരു പ്രതിഫലം ആഗ്രഹിക്കാതെ എന്റെ കൂടെ ഒറ്റ സുഹൃത്ത് യാസീനാണ് നല്ല നൻപൻ. കാരണം വണ്ടി കൊടുത്തപ്പോഴും അന്ന് മൂപ്പര് നിങ്ങളോട് പറയുന്നുണ്ട് ഇത് നമ്മളെ നാശത്തിലേക്കാണ് നമ്മൾ കേട്ടില്ല. അപ്പൊ വീണ്ടും നമ്മളെ യാസീൻ ഇത് കാണട്ടെ, യാസീനാണ് നല്ല നൻപൻ. അതെ. പിന്നെ നമുക്ക് ഹ്യൂജ് ഓർഡേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി, വലിയ വലിയ ഓർഡറുകൾ വരാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ മുമ്പ് വന്ന ഷെയർ കൂട്ടുക എന്ന് പറഞ്ഞ ആൾക്കാർ ആവശ്യമായി. കുടുംബത്തിൽ നിന്നും പുറത്തുനിന്നും നമ്മൾ ഫണ്ട് റൈസ് ചെയ്യാൻ തുടങ്ങി. നമുക്കൊരു ഹ്യൂജ് ഓർഡർ, വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് 10-30 ലക്ഷം റുപ്യൻ്റെ ഓർഡർ വന്നു. മൾട്ടിപ്പിൾ സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു പയ്യനാണ്. അതെ, അത്രയും വന്നു നമുക്ക്. അത് നമ്മളുള്ള വിശ്വാസമായിരിക്കും. ഓഫ് കോഴ്സ് വിശ്വാസം കൊണ്ട് ഒരു പയ്യൻ വന്നിട്ട് 30 ലക്ഷം റുപ്യൻ്റെ ഓർഡർ കൊടുക്കാൻ. അപ്പോൾ ഫണ്ട് റൈസ് ചെയ്ത് നിർബന്ധമായി നമുക്ക്. അങ്ങനെ ഫണ്ട് റൈസ് ചെയ്തു. സ്റ്റോക്ക് നമ്മൾ മെയിനായിട്ട് അരി, മന്തി കിറ്റ്, കപ്സ കിറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ. അപ്പോൾ മെയിനായിട്ട് അതിൽ അരിയാണ് വേണ്ടത്. അത് നമ്മൾ ഹരിയാനയിൽ നിന്നും മൈസൂരിൽ നിന്നൊക്കെ സാധനം വരുത്തിച്ചു, ഫുള്ള് സ്റ്റോക്ക് ചെയ്തു. ഗോഡൗൺ ഫുള്ള് നിറഞ്ഞു, ഫുൾ സ്റ്റോക്കായി. പിന്നെ അങ്ങനെ അതുമായിട്ട് മുന്നോട്ട് പോയി. കുറേ കച്ചവടമൊക്കെ നല്ല ഉഷാറായിട്ട് അങ്ങനെ പോയി. കുറേ കാലം അങ്ങനെ പോയി, കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. പിന്നെ നമുക്ക് ഗോഡൗണിൽ ചെറിയൊരു ഇഷ്യൂ വന്നു. ഗോഡൗണിൽ നമുക്ക് ഈ ഒരു നമ്മുടെ നാട്ടിൽ പറയും കുറുഞ്ചാത്തൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അന്നുണ്ട് 10-30 ലക്ഷം റുപ്യൻ്റെ സ്റ്റോക്ക് നമുക്ക് ഗോഡൗണിലുണ്ട്. ഈ കുറുഞ്ചാത്തന് എന്ന് പറഞ്ഞ പ്രാണി ഈ അരിയിലൊക്കെ കയറി സ്പ്രെഡായി ഈ 30 ലക്ഷം രൂപന്റെ സാധനം കംപ്ലീറ്റ് ഡാമേജ് ആയി. 30 ലക്ഷം റുപ്യന്റെ സാധനം ഡാമേജ് ആയി പോയി. ഒന്നും പോലും എടുക്കാനില്ല. അതിന് എനിക്ക് തിരിച്ച് റിട്ടേൺ അയക്കാനും പറ്റില്ല. കാര്യം കൊടുന്നപ്പോൾ നല്ല സാധനം നമ്മുടെ അടുത്ത് നിന്ന് ഒറ്റ മിസ്റ്റേക്ക്. പിന്നെ അത് പാക്ക് ചെയ്തിട്ട് എനിക്ക് വേറെ ഷോപ്പിലേക്ക് കൊടുക്കാനും പറ്റൂല, ഒരിക്കലും കഴിയൂല. അത് കംപ്ലീറ്റ്ലി നാശമായി. നമുക്ക് പൊടി തട്ടിയെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു സാധനമല്ല, ഫുഡ് പ്രോഡക്ട്സ് ആണ്. അത്ര ഹൈജീനിൽ 30 ലക്ഷം റുപ്യന്റെ സ്റ്റോക്ക് കംപ്ലീറ്റ്ലി നശിച്ചു പോയി. ആദ്യം തുടങ്ങിയ ബിസിനസ് 2018 വെള്ളം കൊണ്ടുപോയി. രണ്ടാമത് കൊറോണക്കും പ്രളയത്തിലും തോൽക്കാത്ത നമ്മൾ ഈ ചെറിയ ജീവിയുടെ മുമ്പിൽ തോറ്റു. അപ്പൊ ഈ ഷെയർ നമ്മുടെ നാട്ടിലെ പ്രശ്നമുണ്ട്. ഷെയർ തരുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് ഒരു മാസം നിന്നപ്പോ അതിന്റെ നഷ്ടം അവരെ ഏൽക്കാൻ തയ്യാറാണ്. ഡിവിഡന്റ് കൊടുക്കണം, നഷ്ടം അവരേൽക്കൂല. ആ ഒരു വ്യവസ്ഥയിലാണല്ലോ അവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ കച്ചവടം. അപ്പോൾ ഡിവിഡന്റ് കിട്ടാതെ ഇപ്പോൾ ആൾക്കാർ ചോദിച്ചു തുടങ്ങി, ഇഷ്യൂക്കൽ തുടങ്ങി. പ്രശ്നമായി. വീട്ടിലൊക്കെ വരും ആൾക്കാർ. വീട്ടിൽ വരേണ്ട സിറ്റുവേഷൻ ആരും നമ്മൾ സംസാരിച്ചത് മാനേജ് ചെയ്യും. വീട്ടിലെത്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. നമ്മൾ സംസാരം നാവുണ്ടല്ലോ, നമുക്ക് കാര്യം പറഞ്ഞു നിർത്താനുള്ള ഇതുണ്ട്. എന്നാലും വീട്ടിൽ ചോദിച്ചാലും വീട്ടിൽ സപ്പോർട്ട് ചെയ്യാറല്ലോ, കുഴപ്പമില്ല. ഉപ്പാനോട് ചോദിച്ചാലൊക്കെ തരും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം അന്ന് ബുള്ളറ്റിൻ്റെ അന്ന് വണ്ടി തട്ടിയ സിറ്റുവേഷനിലും ഉപ്പ ഫസ്റ്റ് തന്നെ എന്നോട് ആയിക്കോട്ടെ എനിക്ക് പറ്റുമെങ്കിൽ ഈ ചെയ്യേ എന്നാണ് ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് ഞാൻ ഫുള്ള് ഫണ്ട് അറേഞ്ച് ചെയ്തപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ പൈസ മൊത്തം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ഫൈസ എനിക്കാണെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ എനിക്കാണെങ്കിൽ എനിക്ക് പൈസ തരായിരുന്നു. പക്ഷെ ഞാൻ തരാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കച്ചവടം ചെയ്യുമ്പോൾ അതിൽ ലാഭം മാത്രമല്ല, ഈ ഒരു നഷ്ടം എന്ന് പറയുന്ന സംഭവമുണ്ട്, അതും പഠിക്കണം. ഈ നഷ്ടം വരുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യണം, അതെങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതും ഈ പഠിച്ചിരിക്കണം. അത് എനിക്കൊരു പാടാൻ വേണ്ടിയിട്ടാണ് ഞാനത് മൈൻഡാക്കാത്തത്. ഇൻ കേസ് എനിക്കത് പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ അത് എനിക്ക് തന്നീനു എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ കോളേജ് നമുക്ക് കിട്ടാത്തൊരു വലിയൊരു പാടാണത്. പലതവണ അതിൻ്റെ ശേഷം തോറ്റു പോയപ്പോഴും ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു വാക്കാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു 30 ലക്ഷം റുപ്യൻ്റെ സ്റ്റോക്ക് ഇതായപ്പോഴും വീട്ടിൽ ചോദിച്ചില്ല. സ്വാഭാവികമായിട്ട് ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. നാട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരു മാനസികമായിട്ട് ആകെ തളർന്നു പോയി. നാട്ടിലൊരു ചോദിക്കുന്നത് എല്ലാം കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യണം, ഇതിന് എങ്ങനെയെങ്കിലും ചെയ്തത് മുന്നോട്ട് പോകാൻ വേണം. അങ്ങനെ അവാദ് ഫുഡ്സ് എന്ന് പറയുന്ന ഒരു സംരംഭം കംപ്ലീറ്റ്ലി ലോക്കിട്ട് ഇടേണ്ടി വന്നു. അതിന് തിരിച്ച് ഞാൻ പിന്നെ നാട്ടിൽ UAE പോയി, ടിക്കറ്റ് മിസ് എടുത്തിട്ട് UAE കയറി. അവിടെ ചെറിയ വേർഡ് സ്പേസ് പറഞ്ഞു ഞാൻ പോയി വരാം സമാധാനിക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കിയിട്ട് ഞാൻ വെറും കൈയോടാണ് ടിക്കറ്റ് മിസ് എടുത്ത് ദുബായിലേക്ക് വണ്ടി പോയത്. അപ്പോൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കിയിട്ട് ഞാൻ വരുമെന്ന് എല്ലാവരും ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ അവിടെ പോയി ബിസിനസ്സൊക്കെ കുറേ എല്ലാ ബിസിനസ്സും നോക്കി പഠിച്ചു. അങ്ങനെ ഈ നമ്മൾ ട്രേഡിങ്, ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി
എത്രത്തോളം വലുതാണ്, എത്ര വലിയ മാർക്കറ്റാണ് യു എയിലുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് മലയാളികൾക്ക് അവിടെ ട്രസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ കുറവാണ്, ഇല്ല. അപ്പം ഞാൻ അവിടെ പോയി ഫോറക്സ് മാസ്റ്റർ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു അക്കാഡമി അവിടെ സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ വിചാരിച്ചതിലപ്പുറമുള്ള അഡ്മിഷൻസ് ആണ് നമുക്ക് ഫസ്റ്റ് 2 മാസം വന്നത്. ഭയങ്കരമായിട്ട് നമുക്ക് ട്രെയിനിങ്ങിന് നമുക്ക് മെന്ററിന് സ്റ്റാർട്ടിങ്ങിൽ ഞാനും ട്രെയിനിങ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഠിച്ചിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനും സ്റ്റാർട്ടിങ്ങിൽ ഞാനായിരുന്നു മെന്റർഷിപ്പും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ പ്രൊവൈഡ് ചെയ്തു. പിന്നീട് ഞാൻ മെന്ററെ വെച്ചു. അങ്ങനെ 2 മാസം കൊണ്ട് നമ്മൾ വിചാരിച്ചതിലധികം ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് എൻക്വയറി വന്നു, ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ആയി. പിന്നീട് നമ്മളത് ഓൾ ഓവർ GCCയിൽ 6 രാജ്യങ്ങളിലും UAE, സൗദി, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത് ഈ 6 രാജ്യങ്ങളിൽ നമ്മൾ വിപുലീകരിച്ചു. അവിടെ എല്ലായിടത്തും നമ്മൾ എന്താക്കി, ബഹ്റൈനിലും നമ്മൾ വേറൊരു ബ്രാഞ്ച് നമ്മൾ ബഹ്റൈനിലും സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഫിൻവിൻ ഇന്റർനാഷണൽ അക്കാഡമി എന്ന പേരിൽ നമ്മൾ റീബ്രാൻഡ് ചെയ്തു. ഇന്ന് നമുക്ക് 22 രാജ്യത്ത് നിന്ന് നമുക്ക് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഏകദേശം 1000-ലധികം സ്റ്റുഡൻസ് ഇപ്പോൾ ഓൾറെഡി പഠിച്ചിറങ്ങി. കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിലുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് യൂറോപ്പ്, UK, ഓസ്ട്രേലിയ, കാനഡ, യൂറോപ്പിൽ തന്നെ മാൾട്ട, പോളണ്ട്, ലിത്വാനിയ, ലാറ്റ്വിയ, ഹംഗറി, ജർമ്മനി, അയർലൻഡ് പല രാജ്യത്തുനിന്ന് നമുക്ക് സ്റ്റുഡൻസ് നമുക്ക് പഠിക്കുന്നുണ്ട്. ഓൺലൈനും ഓഫ്ലൈനായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് അങ്ങനെ അത് സെറ്റായി വീണ്ടും നാട്ടിലേക്ക് വരണം. ഇതൊക്കെ നാട്ടിലേക്ക് വരണം. നമ്മളെ മണ്ണ് നമ്മൾ മറക്കരുതല്ലോ. നമ്മളെ അങ്ങനെ നാട്ടിലേക്ക് വന്നു. ഈ പൈസ കൊടുത്ത് ബാക്കിയുള്ള ഇതൊക്കെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്തു. വീണ്ടും നമ്മൾ പൈസ ഉണ്ടാക്കി. അവരോട് പറഞ്ഞൊരു വാക്കാണല്ലോ, നാട്ടിലേക്ക് ഞാൻ വരും, ഒരു മാർഗം കാണും എന്ന് പറഞ്ഞ് പോയതാണല്ലോ. തീർച്ചയായും നാട്ടിലേക്ക് വരണല്ലോ. അങ്ങനെ നാട്ടിലേക്ക് വന്നു, ഇവരിതൊക്കെ സെറ്റിൽമെന്റ് ചെയ്ത് വീണ്ടും ഞാൻ ലോക്കിട്ട അവ്വാദ് ഫുഡ്സ് എന്നുള്ളത് റീഓപ്പൺ ചെയ്തു. വീണ്ടും പഴയ പോലെ തന്നെ ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഗൾഫിൽ നിന്ന് പൈസ ഉണ്ടാക്കി വീണ്ടും നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് പരാജയങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? ആദ്യം തുടങ്ങിയ കാടകൃഷി പരാജയപ്പെട്ടു, വണ്ടിക്കച്ചവടം ഭയങ്കര ദുരന്തത്തിൽ അവസാനിച്ചു, അതിനുശേഷം തുടങ്ങിയ അവാദ് ഫുഡ്സ് തന്നെ ആദ്യം നശിച്ചു. ഈ പരാജയങ്ങളൊക്കെ ഉണ്ടായ നാട്ടിൽ തന്നെയാണ് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ധൈര്യം കാണിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ധൈര്യം? അത് നാട്ടിൽ തന്നെ തിരിച്ചു വരാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നാട്ടിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് പാവപ്പെട്ട ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുക, അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മൾ കൂടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. അല്ല പുറത്ത് പോയിട്ട് വേറെ രാജ്യത്ത് പോയിട്ട് നമ്മളവിടെ അടിച്ചു പൊളിക്കുന്നതിലല്ല കാര്യം. നമ്മളെ സ്വന്തം നാട്ടിൽ, നമ്മളെ എല്ലാവരും നാട്ടിലാണല്ലോ. അപ്പം അതാണ് നാട്ടിലേക്ക് തിരിച്ചു വരാനുണ്ടായൊരു കാരണം എന്ന് പറയുന്നത്. ഗൾഫിൽ നിന്ന് പോയി സക്സസ് ആയി പൈസ ഉണ്ടാക്കി നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, അവാദ് റീഓപ്പൺ ചെയ്തു. എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? ഇന്ന് 50ഓളം പേർക്ക് ഇപ്പോൾ നിലവിൽ 50 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വാഴ എന്ന് പറയുന്ന ഫിലിം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. വാഴ 1, വാഴ 2 ഒക്കെ. അതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതുപോലെ കുറേ ചെറുപ്പക്കാരുടെ കഥയാണ്. ചെറുപ്പക്കാർ ഇങ്ങനെ നടന്ന് ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നടന്ന് പരാജയപ്പെട്ട ചെറുപ്പക്കാരുടെ കഥയാണ്. അതിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെ അങ്ങനെയാണ്, സ്റ്റോറീസ് ഓഫ് മില്യൺ ബ്രോസ് എന്നാണ് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ എത്ര വയസ്സുണ്ട് താങ്കൾക്ക്? എനിക്ക് 24 റണ്ണിങ് ആണ്. 24-ാം വയസ്സിൽ 50 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഓണ്ടർപ്രണറാണ് ഫായിസ്. ഓക്കെ, ഈ 24 വയസ്സിൻ്റെ ഉള്ളിൽ 50 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്നുള്ളതല്ല, താങ്കൾ അനുഭവിച്ച പാഠങ്ങൾ അല്ലെങ്കിൽ താങ്കൾ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ, ആ കഷ്ടപ്പാടുകളൊന്നും തകരാതെ ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സീറ്റിലിരുന്നിട്ട് ഈ കഥ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ? ഈ എന്താ പറയുക, ഈ വായല്ല, ഇതാണ് മോട്ടിവേഷൻ എന്നുള്ള, അതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ നിങ്ങൾ ഈ കഥ പറയുന്നത്? ആളുകൾക്ക് ഇതിൽ നിന്ന് പാടുണ്ട്. പ്രതിസന്ധികളിൽ തളർന്നു പോവാതെ നമ്മൾ മുന്നോട്ട് പോകാം. അപ്പോഴാണ് നമ്മളെ ബിസിനസ് സക്സസ് ആവുന്നതും നമ്മൾ വിജയിക്കുന്നു. താങ്കളുടെ അർത്ഥത്തിൽ താങ്കളുടെ ഫ്യൂച്ചർ എന്താണ് ഇനി? അവാദിന്റെ ഒക്കെ ഫ്യൂച്ചർ എന്താ? അവാദിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു അവാദ് ഹെർബൽസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബ്രാൻഡ് നമ്മൾ ഇതിന്റെ അണ്ടറിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് അതിന്റെ ലോഞ്ചിങ് ആണ്. ഹെർബൽ പ്രോഡക്ട്സ് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരൊറ്റ പ്രോഡക്റ്റ് ഹെയർ ഓയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നെക്സ്റ്റ് മന്ത് അത് ലോഞ്ച് ആവും. അതെ, ഈ മന്തി പാക്കും കാര്യങ്ങളൊക്കെ അവാദിന്റെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ കാടമത്തിന്റെ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ എപ്പോഴും നമ്മളിവിടെ വരുന്ന ആളുകളോട് ചോദിക്കുന്നതാണ്, പ്രത്യേകിച്ച് ചോദിക്കുക, അതായത് പൈസ ഉണ്ടാക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടും പൈസ വരുന്നുണ്ട്. അപ്പോൾ ഒരു പൈസയും സ്നേഹവും ഇത് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു കയ്യിൽ കുറേ പൈസയും ഒരു കയ്യിൽ കുറേ സ്നേഹം തന്നാൽ ഏത് ഒപ്റ്റ് ചെയ്യും? തീർച്ചയായിട്ടും പൈസയാണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. ഈ പൈസ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ബാക്കി ലവ് അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. പൈസ ഇല്ലാതെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കി എടുത്താൽ നമ്മളെ ഉമ്മ അതല്ലെങ്കിൽ യാസീൻ ഉണ്ട് അവിടെ. അല്ല, ഞാൻ അതിലേക്ക് കടക്കുന്നുള്ളൂ. ഉമ്മ മെയിനായിട്ട് നമ്മളെ ഉപ്പ, പിന്നെ
നമ്മളെ സിബ്ലിങ്സ് നമ്മളെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുണ്ടെങ്കിൽ അവർ മാത്രമേ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. ഞാൻ പേഴ്സണലി ഞാൻ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. കാരണം ഞാൻ രണ്ട് ഇതിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്. പൈസ ഉണ്ടായിട്ടും ഏറ്റവും പീക്കിലും ഏറ്റവും ലോയിലും ഒന്നുമില്ലാതെ കുത്തുവാളെടുത്ത് അത്രയും ഇടങ്ങാറായിട്ട് പോയ സിറ്റുവേഷൻ എനിക്കുണ്ട്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും എനിക്കറിയാം ആരിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്, ആരിൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. പൈസ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പൈസ ഉണ്ടാകുമ്പോൾ കുറേ ആളുകൾ ഇന്റൻഷനലി ബന്ധം ഉണ്ടാക്കാനൊക്കെ വരില്ല. ഓഫ് കോഴ്സ് അത് നല്ലോണം വന്നിട്ടുണ്ട്. അങ്ങനെ അവരെങ്ങനെ അത് നമ്മൾ തന്ത്രപൂർവ്വം അത് ഒഴിവാക്കാറ് തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാവും ഏത് ഉദ്ദേശത്തിലാണ്. ഈ പറഞ്ഞ പോലെ പല സ്കീമായിട്ട് പല ആൾക്കാരും വരും, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഈ ബിസിനസ്. അതെ അതെ അതെ. അങ്ങനെ പിന്നെ അങ്ങനെ കുറച്ച് ഫണ്ട് പോയി. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ചില സമയത്ത് നമുക്ക് നല്ല പിന്നെ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഈ കാടകൃഷിയൊക്കെ നടത്തുന്ന സമയത്ത് ഒരു സമയത്ത് 2000-3000 ഒക്കെ കാടകളുണ്ട്. അപ്പോൾ നമ്മൾ കുറേ വണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ലെവലിലായിരിക്കും നടക്കുക. പിന്നെ ഇത് നശിക്കുമല്ലോ അടുത്ത ബിസിനസ് തുടങ്ങുന്ന ആ ഗ്യാപ്പിൽ. പിന്നെ നമ്മൾ ചിലപ്പോൾ എങ്ങനെ പോവുക, പിന്നെ നാട്ടിൽ കൂടിയ പിന്നെ സ്കൂട്ടർ ആയിട്ട്. അപ്പോൾ നമ്മളില്ലെങ്കിൽ ഞാൻ പിന്നെ ഈ മുതലാളിയായിട്ട് നടന്നിട്ടുണ്ട്. ഈ ഒന്നുമില്ലാത്ത സമയത്തും എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ ചോദിക്കുന്നത് താല്പര്യമില്ല, വീട്ടിൽ ചോദിച്ചാൽ കിട്ടും. എനിക്ക് എൻ്റെ കാര്യം ഞാൻ തന്നെ ചെയ്യണം. ഏറ്റവും തകർന്ന് ഏറ്റവും അടിയിലെത്തിയ സമയത്താണെങ്കിൽ പോലും ഞാൻ പെരിന്തൽമണ്ണ പോയിട്ട്, എൻ്റെ നാട് മലപ്പുറമാണ്, ഞാൻ പെരിന്തൽമണ്ണ പോയിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് എൻ്റെ സ്കൂട്ടിമേ പെട്രോളിൽ അടിക്കാൻ 100 രൂപ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കടം മേടിച്ചിട്ട് സൊമാറ്റോയിൽ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് 2 മാസം. അതായത് മുതലാളി അതിന് ശേഷം ഇത് പൊട്ടിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സമയത്ത് മുതലാളിയായിട്ട് നല്ല ഇതിൽ നടക്കും. ഇത് പൊട്ടുമ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ സൊമാറ്റോ ഒക്കെ. അതിലൊന്നും നമുക്കൊരു മാനക്കേടും തോന്നുന്നില്ല. ഇല്ല, നമ്മൾ ചെയ്യുന്ന ജോലി എന്തായാലും. പിന്നെ വീണ്ടും മുതലാളിയാവും കുറച്ച് കാലം, അത് പൊട്ടുമ്പോൾ വീട്ടിൽ ഇങ്ങനെ ചെറിയ പണികളൊക്കെ ചെയ്ത്. അപ്പോൾ ഒന്നും ഒരിക്കലും നമുക്കൊരു അപകർഷതാബോധം തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? ഒരിക്കലും തല കുനിച്ച് നടന്നിട്ടില്ല ഞാൻ ഇതിൽ പരാജയപ്പെട്ടോ. ഞാൻ എൻ്റെ പ്രായത്തിൽ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് ഞാൻ ട്രൈ ചെയ്തു, ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ വിജയിച്ചു. അപ്പം ഞാൻ ആരും എടുക്കാത്ത എഫേർട്ടും കാര്യങ്ങളും ആരും ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ അപ്പോഴും ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ പരാജയം വിജയമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇത്ര വിജയിച്ചു എന്ന് പറഞ്ഞാലും മറ്റെന്തെങ്കിലും പ്രയാസങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. കംപ്ലീറ്റ്ലി ആരും 100% ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആവില്ല ആരും. പക്ഷെ പൈസ ഉണ്ടായാൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ കിട്ടും. നമുക്ക് ആഗ്രഹിക്കുന്ന എന്തും സാധനം വാങ്ങാൻ പറ്റും. അപ്പം അതിൽ നമുക്കൊരു ത്രില്ലുണ്ടാവും. അപ്പം എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, എനിക്ക് ഇന്ന സാധനം വേണം, ഞാനത് വാങ്ങിക്കും, അതിലൊരു ത്രില്ലുണ്ട്. അങ്ങനത്തെ ഒരു ത്രില്ലുണ്ടെങ്കിൽ താങ്കൾ വാങ്ങിക്കുന്ന സാധനം എന്തായിരിക്കും? അതായത് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ പൈസ കൊണ്ട് എനിക്ക് അത്ര ഇൻട്രസ്റ്റിൽ ഞാൻ വാങ്ങിക്കാൻ പോകുന്നൊരു സാധനം. അതായത് ഇപ്പോൾ ഞാൻ 2021 ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് എനിക്ക് പണ്ട് ഭയങ്കര ക്രേസ് ആയിരുന്നു ഈ പ്രീമിയം കാർസ്. എനിക്ക് നല്ലൊരു വണ്ടി കയ്യിൽ വേണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ അത്രയും ആഗ്രഹവും കഠിന പ്രയത്നം കൊണ്ട് ഞാൻ അന്ന് 20ാമത്തെ വയസ്സിൽ ഞാനൊരു BMW X1 മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല 30 ലക്ഷം റുപ്യ ലോസ് വന്ന സമയത്ത് ഇത് കൊടുത്തിട്ടാണ് ഞാൻ UAE പോയത്. അങ്ങനെ ഞാൻ ഇപ്പോൾ സെറ്റായതിന് ശേഷം എല്ലാം ഒന്ന് ഓക്കെ ആയതിനു ശേഷം ഞാൻ അതിൻ്റെ ഇപ്പോൾ ആരെടുത്താണ് അത് എന്നുള്ളത് ഞാൻ കുറേ നോക്കി. അങ്ങനെ അത് ലാസ്റ്റ് ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഓണർ ആയിട്ട് കണക്റ്റായി. ഞാനിപ്പോൾ 2 ആഴ്ച മുൻപ് ഞാൻ ഇപ്പോൾ 1-ാം തീയതിയാണ് ഏപ്രിൽ 1-ാം തീയതിയാണ് ഞാൻ ഇപ്പോൾ നാട്ടിലേക്ക് വന്നത്. UAE വന്നതിന് ശേഷം എനിക്ക് അവരെ കണക്ട് ചെയ്ത് ഞാൻ അവരോട് പറഞ്ഞു നെക്സ്റ്റ് മന്ത് 15th ഞാൻ ആ വണ്ടി ഇനി തിരിച്ചെടുക്കാൻ പോകുന്നതാണ്. അതെ, പുള്ളി തരാൻ തയ്യാറാണോ? ആള് തയ്യാറാണ്. അതേ പൈസക്ക്. എത്ര പൈസക്ക് അന്ന് വിറ്റത്? അന്ന് ഞാൻ ആ വണ്ടി എടുത്തതും അതിൻ്റെ പണിയും കാര്യം നമ്പർ MH രജിസ്ട്രേഷൻ അത് കേരള ആക്കാനും മൊത്തത്തിൽ എനിക്കൊരു 15 ലക്ഷം രൂപ എനിക്ക് ചിലവായിട്ടുണ്ട്. പക്ഷെ ഞാനന്നത് വിറ്റത് വെറും 7 ലക്ഷം രൂപയ്ക്കാണ് വിറ്റത്. കാരണം അന്നിൻ്റെ അത്ര തരിപ്പണായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ കിട്ടിയ പൈസ കൊടുക്കുക എന്നുള്ളൊരു ഇതാണല്ലോ. അത് എനിക്ക് ഈ ഓണർ അറിയാതിരിക്കാനുള്ള കാരണം അതൊരു ബ്രോക്കർ വഴിയാണ്. മൂപ്പരത് എത്രയൊക്കെ കൊടുത്തെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയത് 7 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ഇപ്പൊ ഞാൻ അതേ എമൗണ്ട് തന്നെയാണ്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ ഇപ്പൊ ഹാപ്പിയാണ്. അവസാനമായിട്ട് നമ്മളെ പയ്യന്മാർക്കൊക്കെ ഒരു ഉപദേശം, അതായത് എപ്പോഴും പയ്യന്മാർ ചോദിക്കുന്ന നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനൊരു ബിസിനസ് ചെയ്യാൻ പോവുകയാണ്, ഞാൻ കുറച്ച് പൈസ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ 5 ലക്ഷം എടുത്തു വെച്ചിട്ട് ഈ 5 ലക്ഷം കൊണ്ട് ബിസിനസ് നടത്തണോ അതോ 10 ലക്ഷവും ഞാൻ മാർക്കറ്റിലേക്ക് ഇറക്കണോ? ഏതായിരിക്കും നല്ലത്?
ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ എപ്പോഴും സേഫ് ആയിട്ട് ബാക്കപ്പ് ആയിട്ട് വെക്കണം. ബാക്കി 5 ലക്ഷം റുപ്യാണ് നമ്മൾ കച്ചവടം ചെയ്യാനായിട്ടുള്ളത്. എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫുഡ് പ്രോഡക്ട്സിൻ്റെ മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു 10 ലക്ഷം റുപ്യൻ്റെ സാധനം ഉണ്ട്, 10 ലക്ഷം റുപ്യ ഫുള്ള് സ്റ്റോക്ക് വാങ്ങി നമ്മൾ ഈ സാധനം ഒരു കടയിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് ക്രെഡിറ്റ് പോകും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ 10 ലക്ഷം റുപ്യൻ്റെ സാധനം ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നമ്മളെ എക്സ്പെൻസ് അവിടെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്യൂൽ ആയാലും ട്രാൻസ്പോർട്ട് ആയാലും അടുത്ത സ്റ്റോക്ക് കീപ്പ് ചെയ്യാനൊന്നും നമ്മുടെ അടുത്ത് പൈസ ബിസിനസ് അവിടെ സ്ട്രക്കായി പിന്നെ ആ ഫണ്ട് കിട്ടിയില്ല. ചിലപ്പോൾ അത് 2 മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ കയ്യിലൊരു എപ്പോഴും ഒരു ഫ്രീ ഫണ്ട് നമ്മൾ എന്തായാലും ബിസിനസ് തുടങ്ങുമ്പോൾ എന്തായാലും നമ്മൾ നിർബന്ധമായിട്ടും കരുതി വെക്കണം. ഈ ലോൺ എടുത്ത് ബിസിനസ് നടത്തുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം? കാരണം നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ ബിസിനസ് ചെയ്യാൻ. ലോൺ എടുത്ത് നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് പ്രോപ്പർ മണി മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് വേണം. അതില്ലാത്തവൻ ഒരിക്കലും ലോൺ എടുത്ത് ചെയ്താൽ സത്യം താഴെ പോകും, ഉറപ്പായിട്ടും പോകും. ലോൺ എടുത്ത് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, കറക്റ്റ് പ്രോപ്പർ പ്ലാനിങ് വേണം, ഇതെങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കറക്റ്റ് ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും മണി മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്, പ്രശ്നമില്ല. ഏതായാലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആവുന്ന ഒരു കഥയാണ് ഫായിസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ 24-ാം വയസ്സിൽ 50 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം ഫായിസിനുണ്ട്, ബിസിനസ്സുകളുണ്ട്. ഈ ഒരു യാത്ര പെട്ടെന്നൊരു ദിവസം ഒറ്റയടിക്ക് ഉണ്ടായതോ അല്ലെങ്കിൽ ഈ വാപ്പ ഉണ്ടാക്കി കൊടുത്തോ ഈ പറയുന്ന പോലെ ഒരു നെപ്പോ കിട്ടോ ഒന്നുമല്ല ഫായിസ്. സ്വന്തം പ്രയത്നം കൊണ്ട് പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പ്രതിസന്ധികളെ തൻ്റേതായ രീതിയിൽ മാറ്റിമറിച്ച് അവനവൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളാണ് ഫായിസ്. ഫായിസിന് ഡെലീരിയത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു.